ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ധരിക്കേണ്ടത് ഈ 10 വസ്ത്രങ്ങളാണ്. വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഈ 10 വസ്ത്രങ്ങൾ. ഇതിനു പകരം ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിച്ച് ലോകത്തെ അനുകരിക്കുന്നതിലൂടെ ഇതൊന്നും സാധ്യമാകാതെ പോകുന്ന വ്യക്തികളുണ്ട്. അപ്പൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്. അപ്പന് സങ്കടവും ദേഷ്യവും എല്ലാം ആ അപ്പൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പനുണ്ടായതാണ് അദ്ദേഹം അവിടെ പ്രകടമാക്കിയത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, ഒരുപാട് സങ്കടം പകരുന്നത് എൻ്റെ മകൻ്റെ കീറിയ വസ്ത്രവും നാറിയ വായും എന്ന് പറഞ്ഞാൽ അവൻ പല്ലും തേക്കത്തില്ല. പിന്നെ അവൻ്റെ വസ്ത്രം കണ്ടാൽ അത് കീറിപ്പറിഞ്ഞ് അത് കാണുന്നത് എനിക്ക് സങ്കടമാണ്, എൻ്റെ ചങ്ക് പൊട്ടുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. എത്ര പറഞ്ഞാലും അവൻ വലിയ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. ആ രീതിയിലുള്ള ഡ്രസ്സേ അവൻ എടുത്തുള്ളൂ. പല്ല് തേക്കാൻ പോലും അവൻ മടിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് മാസ്ക് വെച്ച് അങ്ങനെ നടക്കും. ഇവിടെ ക്രിസ്ത്യാനികളായി നമുക്ക് ദൈവവചനം നൽകുന്ന ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എടുത്ത് ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ആദ്യം നമുക്കൊരു 2-3 വചനങ്ങൾ, പ്രധാനപ്പെട്ട വചനങ്ങൾ ബൈബിളിൽ നിന്നും എടുക്കാം. മത്തായി 6:25 അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ആകുലപ്പെടേണ്ടതില്ല. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മൾ ഒരിക്കലും മറക്കരുത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുകരിക്കേണ്ടത് ലോകത്തെ അല്ല, നിങ്ങൾ അനുകരിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അനുകരിക്കേണ്ടത് ലോകത്തെ അല്ല, യേശുക്രിസ്തുവിനെയാണ്. ലൂക്കാ 16-ാം അധ്യായം 15-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് ഉത്കൃഷ്ടമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ദൈവത്തിന് നികൃഷ്ടമായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് അത് ഉത്കൃഷ്ടം, ഫാഷൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്കതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകി ജീവിക്കുന്ന വ്യക്തികളാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എന്ത് ധരിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ലേവ്യർ 13-ാം അധ്യായം 45 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കീറിയ വസ്ത്രം കുഷ്ഠരോഗികൾക്കുള്ളതാണ്. നമുക്ക് കുഷ്ഠരോഗമില്ലെങ്കിൽ അത് നമുക്ക് ഭൂഷണമല്ല എന്നുള്ളതല്ലേ അതിൻ്റെ സൂചന. കുഷ്ഠരോഗികൾ കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചീകരുത്, മേൽചുണ്ട് മറയ്ക്കണം, അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ഇതെല്ലാം ലേവ്യർ 13:45 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇന്നതൊക്കെ ഫാഷനായി മാറിയിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രഭാഷകൻ 10:13 വചനം പഠിപ്പിക്കുന്നത് അഹങ്കാരം ധരിക്കരുത് എന്നുള്ള കാര്യമാണ്. അഹങ്കാരം വേണമെങ്കിൽ നമുക്ക് വസ്ത്രം പോലെ ധരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഹങ്കാരം ധരിക്കുന്നവരിൽ നിന്ന് മ്ലേച്ഛത വമിക്കും. അത് ദൈവമക്കൾക്ക് ചേർന്ന ഒരു കാര്യമല്ല, മ്ലേച്ഛത വമിക്കുന്നത്. അഹങ്കാരം ധരിക്കുന്നവരിൽ നിന്നും മ്ലേച്ഛത വമിക്കും. പ്രഭാഷകൻ 11:4 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ഒരുപക്ഷെ വിശേഷ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള പലത്, ആഭരണങ്ങൾ, വസ്ത്രം, വാഹനം വാങ്ങിക്കാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ പേരിൽ വേണമെങ്കിൽ അഹങ്കാരം ധരിച്ച് നടക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. അത് നമുക്ക് ചേർന്നതല്ല എന്ന്. മൂന്നാമത്തെ കാര്യം, ലേവ്യർ 19:28 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ടാറ്റു ധരിക്കുന്നത്, ദേഹത്ത് പച്ച കുത്തുന്നത് അരുത് എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കാരണം 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിലെ 19-20 വായിച്ചാൽ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഈ ശരീരത്തെ നീ നശിപ്പിക്കരുത്, നശിപ്പിച്ചാൽ ദൈവം നിന്നെ നശിപ്പിക്കും എന്നുള്ളത് 1 കൊറിന്തോസ് 3-ാം അധ്യായവും 6-ാം അധ്യായവും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കിനി പ്രധാനപ്പെട്ടത്, ക്രിസ്ത്യാനികൾ ധരിക്കേണ്ട 10 പ്രധാനപ്പെട്ട വസ്ത്രങ്ങൾ. ഇവ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് ധരിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഈ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള പലതും ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകത്തില്ല. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ധരിക്കണം. റോമാ 13:14, ഗലാത്യർ 3-ാം അധ്യായത്തിൻ്റെ 27 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിനെ ധരിക്കാൻ. പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം യേശു ക്രിസ്തുവിനെ ധരിക്കുന്നവരായിട്ട് മാറണം. 1 പത്രോസ് 3:15 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗലാത്യർ 6:17 വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. അതും യേശുവിനെ ധരിക്കുന്നതിന് തുല്യമാണ്, യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നത്. രണ്ടാമത്തേതാണ്, ആത്മാവിനെ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ.
ആത്മാവിനെ ധരിക്കാൻ ഇത് നമ്മൾ കാണുന്നുണ്ട്. റോമ 8:9 വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവരാണ് ക്രിസ്ത്യാനിയായിട്ട് മാറുക. അതുപോലെ തന്നെ 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗമ്യവും ശാന്തവുമായ ആത്മാവിനെ നിങ്ങൾ ധരിക്കണം. ഇതായിരിക്കണം ദൈവമക്കൾക്ക് യഥാർത്ഥ അലങ്കാരം എന്നുള്ളത് പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് പുതിയ മനുഷ്യനെ ധരിക്കണം. എഫേസസ് 4:24 കൊളോസസ് 3:10 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്, നീ പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മുടെ മനസ്സിന്റെ നവീകരണം സംഭവിക്കണം. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ, പുതിയ മനുഷ്യനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരു അഭിഷേകം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് സാധ്യമാകും എന്നുള്ളത് 1 സാമുവേൽ 10 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4-ാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. എഫേസസ് 6 10 മുതൽ 17 വരെ വായിച്ചാൽ ദൈവത്തിന്റെ 6 ആയുധങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 6 ആയുധങ്ങൾ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. 5-ാമത്തെ കാര്യമാണ് നീതി ധരിക്കേണ്ടവരാണ് ദൈവമക്കൾ. വസ്ത്രം പോലെ നമ്മൾ നീതി ധരിക്കണം. പ്രഭാഷകൻ 27:8 അവിടെ പറഞ്ഞിട്ടുണ്ട്, മഹനീയ അങ്കി പോലെ നീതി ധരിക്കേണ്ടവരാണ് ദൈവമക്കൾ. ബാറൂക്ക് 5:2 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ദൈവമക്കൾ ധരിക്കണം. 6-ാമത്തേതാണ് യേശുവിൻ്റെ അതേ മനോഭാവം ധരിക്കുക. ഫിലിപ്പിയർ 2:5 നമ്മെ പഠിപ്പിക്കുന്നത്, യേശുവിൻ്റെ അതേ മനോഭാവം ധരിച്ചവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. 7-ാമത്തെ കാര്യമാണ് സങ്കീർത്തനം 104 നമ്മൾ കാണുക, മഹത്വവും പ്രകാശവും വസ്ത്രം പോലെ ധരിക്കേണ്ടവരാണ് ദൈവമക്കൾ. നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ഈ 2 കാര്യങ്ങൾ, മഹത്വവും പ്രകാശവും നമ്മുടെ ജീവിതത്തിനുണ്ടാവും. 8-ാമത്തേതാണ് വചനം ധരിക്കണം. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 30 5 വായിച്ചാൽ, വചനത്തെ ആദരിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക് വചനം കവചമായിരിക്കും. അപ്പം വചനം ധരിച്ചതുപോലെ നാം സുരക്ഷിതരായിട്ട് മാറും. 9-ാമത്തേതാണ് പുണ്യങ്ങൾ ധരിക്കണം. കൊളോസസ് 3:12 വായിക്കുമ്പോൾ കുറച്ച് പുണ്യങ്ങളെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കണം. ദൈവമക്കൾ ധരിക്കേണ്ട പുണ്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തേതാണ് 10-ാമത്തേത് വിശുദ്ധി. 1 തെസ്സലോനിക്ക 4 പറയുന്നുണ്ട്, സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധി ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അജയമായ ഒരു പരിചയമായിട്ട് നമുക്ക് മാറും. ഇവിടെ ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഫാഷൻ ഭ്രമക്കാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.